കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ കെഎസ്ആർടിസി ബസിന്റെ ടയറുകൾ ഇളകി മാറി. എതിർദിശയിൽ നിന്നെത്തിയ കാർ ബസിന്റെ പിൻഭാഗത്തെ ടയറിന് സമീപം ഇടിക്കുകയായിരുന്നു. ആക്സിൽ അടക്കമാണ് ടയറുകൾ വേർപെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മിഥുൻ സുധാകരൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, വലിയൊരു അപകടമാണ്. എന്താണ് സംഭവിച്ചത്? അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? എന്താണ് ഈ അപകടത്തിന് മറ്റു വിവരങ്ങൾ? രജനി, രാവിലെ 7 മണിയോട് കൂടിയാണ് കൊട്ടാരക്കര കോട്ടപ്പുറം ഭാഗത്ത് ഈ അപകടം ഉണ്ടായത്. രജനി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടം ഒഴിവായതാണ്. ബസിന്റെ പിൻഭാഗത്തെ ടയറുകൾ ഊരിത്തെറിക്കുകയായിരുന്നത്. ആക്സിൽ അടക്കമാണ് ഇളകി മാറിയത്. എതിർ ദിശയിൽ നിന്നും വന്ന അമിത വേഗതയിലെത്തിയ കാർ ബസിന്റെ ടയറിന്റെ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗത്തെ ടയർ ആക്സിൽ അടക്കം ഊരി പുറകിലേക്ക് തെറിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ബസ് ആ റോഡിൽ നിരങ്ങി നിന്നു. ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു, പക്ഷേ ആർക്കും പരിക്കില്ല. ബസ് മറിയുകയൊന്നും ഉണ്ടായില്ല. ഈ അപകടത്തിൽ കാർ ഓടിച്ചയാൾക്ക് ചെറിയ പരിക്കുണ്ട്. ഇളമ്പൽ സ്വദേശിയായിട്ടുള്ള ആബേൽ എറിക്കിനാണ് പരിക്കേറ്റത്. ഒരാൾ മാത്രമാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. ഏതായാലും തലനാരിഴയ്ക്കാണ് വലിയ ഒരു അപകടം ഒഴിവായത്. പക്ഷേ അതിന്റെ ഒരു നടുക്കം ആ യാത്രക്കാർക്ക് അടക്കമുണ്ട്. ശരി, വലിയൊരു അപകടം. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.